സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവവും മനുഷ്യനും ചേർന്നാൽ അത്ഭുതം കാണാൻ കഴിയും എന്നതിനെ പറ്റിയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. മനുഷ്യനെ കൂടാതെ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യനെ തൻ്റെ പങ്കാളിയാക്കിക്കൊണ്ട് തൻ്റെ രാജ്യം പണിയുക എന്നതാണ്. മനുഷ്യനെ തൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യനുമായിട്ട് ഒരുമിച്ച് തൻ്റെ സാമ്രാജ്യം ഈ ലോകത്തിൽ പണിയുക, സാത്താൻ്റെ സാമ്രാജ്യത്തെ തകർത്ത് കളയുക. ദൈവം എന്നും അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ബൈബിൾ മുഴുവൻ നമുക്കത് കാണാൻ സാധിക്കും. നോഹയെ ദൈവം തിരഞ്ഞെടുക്കുന്നു, തൻ്റെ ഉദ്ദേശങ്ങൾക്കായി തൻ്റെ പങ്കാളിയാക്കി മാറ്റുന്നു, അവൻ്റെ കൈക്ക് പിടിക്കുന്നു, അവനെ അഭിഷേകം ചെയ്യുന്നു. അവനിലൂടെ ദൈവപ്രവൃത്തി ഈ ലോകത്തിൽ ദൈവം നിറവേറ്റുന്നു. പിന്നീട് അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു, അബ്രഹാമിനെ തൻ്റെ പങ്കാളിയാക്കുന്നു, അബ്രഹാമിലൂടെ ദൈവിക ഉദ്ദേശം നിറവേറ്റപ്പെടുന്നു. ഇസ്ഹാക്കിനെ തിരഞ്ഞെടുക്കുന്നു, അതുപോലെ യാക്കോബിനെ തിരഞ്ഞെടുക്കുന്നു, ജോസഫിനെ തിരഞ്ഞെടുക്കുന്നു, ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു, ഡാനിയേലിനെ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ദൈവമായ കർത്താവ് മനുഷ്യനെ തിരഞ്ഞെടുക്കുകയാണ്. മനുഷ്യൻ ദൈവത്തോട് സഹകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലൂക്കാ സുവിശേഷം 1:38 പറയുന്നു, ദൈവത്തിന് യാതൊന്നും അസാധ്യമായിട്ടില്ല. അപ്പൊ യാതൊന്നും അസാധ്യമായിട്ടില്ലാത്ത ഈ ദൈവം, സർവശക്തനായ ഈ ദൈവം, പ്രതാപവാനായ ഈ ദൈവം, 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടുകൂടി സകലതിനെയും നോക്കി കാണുന്ന ദൈവം, ആൽഫയും ഒമേഗയുമായ ദൈവം, ആദിയും അന്ത്യവുമായ ദൈവം, ഒരു വാക്കിനാൽ സകലതിനെയും ഉളവാക്കുന്നവനായ ദൈവം, ആർക്കും അടയ്ക്കാനാവാത്തവണ്ണം വാതിലുകളെ തുറക്കുന്നവനും ആർക്കും തുറക്കാനാവാത്തവണ്ണം വാതിലുകളെ അടയ്ക്കുന്നവനുമായ നമ്മുടെ ദൈവം, ഈ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അത്ഭുതം കാണാനായിട്ട് സാധിക്കും. ബൈബിളിൽ ഉടനീളം നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മോശയും ദൈവവും ഒരുമിച്ച് ചേർന്ന് നിന്നപ്പോൾ, മോശ ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിന്നപ്പോൾ ശക്തമായ അഭിഷേകത്താൽ ചെങ്കടൽ പിളരുന്ന അനുഭവം അവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ജോഷുവയും ദൈവവും ചേർന്ന് നിന്നപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ജോഷുവയിലൂടെ വെളിപ്പെടുകയും ജെറിക്കോ കോട്ട തകർന്ന് താഴെ വീഴുകയും ചെയ്യുന്നു. ഡാനിയേലും ദൈവവും ഒരുമിച്ച് നിന്നപ്പോൾ സിംഹത്തിൻ്റെ വായ അടഞ്ഞു പോകുന്നു. ദാവീദും ദൈവവും ഒരുമിച്ച് നിന്നപ്പോൾ അഭിഷേകം ദാവീദിലൂടെ വ്യാപരിക്കുകയും ശക്തനായ മല്ലൻ ഗോലിയാത്ത് നിലം പതിക്കുകയും ചെയ്യുന്നു. ദൈവജനത്തിന് എപ്പോഴും വിജയം കൊടുക്കുന്നതിന് ദൈവം തിരഞ്ഞെടുക്കുന്ന ലീഡർമാരും വ്യക്തികളും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം അവിടെ അത്ഭുതം കാണുന്നു. ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നു. ആ കുടുംബത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും അത്ഭുതം കാണാൻ സാധിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതം വരുന്നു. പ്രശ്നങ്ങൾ കടന്നു വരുന്നു, വിടുതലുണ്ടാകുന്നു. പ്രശ്നവും അത്ഭുതവും മാറി മാറി മുന്നോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. എപ്പോൾ തകർച്ച വന്നാലും ഇറങ്ങി വന്ന് വിടിവിക്കുന്ന ഒരു ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ പഠനത്തിനായിട്ട് എടുക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായമാണ്. അവിടെ നമ്മൾ കാണുന്നു, യേശു ക്രിസ്തു ഒരു ഭവനത്തിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വചനം പ്രസംഗിക്കുന്ന കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ഒരു ജനാവലി അവിടെ തട്ടിച്ചുകൂടി. അവിടെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവ് ദൈവവചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങളല്ല അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ചില ശാസ്ത്ര തത്വങ്ങളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും നല്ലതല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ കർത്താവിൻ്റെ അധരങ്ങളിൽ നിന്നും എപ്പോഴും പുറപ്പെട്ടിരുന്നത് വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തെ കർത്താവ് മാനിച്ചിരുന്നു. കർത്താവ് ദൈവത്തിൻ്റെ വചനത്തെ നാവിൽ കൊണ്ടു നടന്നിരുന്നു. ഹൃദയത്തിൽ വചനം നിറഞ്ഞു നിന്നിരുന്നു. വചനം മാംസമായി മാറിയവനാണ് കർത്താവ്. നമുക്കറിയാം, കർത്താവിൻ്റെ പ്രസംഗം എപ്പോഴും ദൈവവചനം ആയിരുന്നു.
പ്രിയപ്പെട്ടവരെ, വചനം പ്രസംഗിക്കുന്ന സ്ഥലത്തെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. ദൈവത്തിൻ്റെ വചനത്തെ ആരെല്ലാം ബഹുമാനിക്കുന്നോ അവർക്കെല്ലാം ഒരു ഉയർച്ചയുണ്ടാകും, ഒരു അഭിവൃദ്ധി ഉണ്ടാകും, ഒരു അഭിഷേകം ഉണ്ടാകും, ഒരു ഉന്നതി ഉണ്ടാകും, ഒരു ചേഞ്ച് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്തൊക്കെയോ മേഖലകളിൽ വിടുതൽ ഉണ്ടാകേണ്ട സ്ഥലങ്ങളിലെല്ലാം അത്ഭുതകരമായ ദൈവവചനം കടന്നു വന്ന് കെട്ടുകൾ പൊട്ടിക്കുന്ന അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ വ്യക്തമാണ്, വലിയ ആൾക്കൂട്ടങ്ങളെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ശാസ്ത്ര തത്വങ്ങളൊന്നുമല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, മനുഷ്യൻ്റെ മനസ്സിനെ വികസിപ്പിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്, ടെക്നിക്കുകളല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവ് പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവവചനമാണ്. അതായത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് യേശു ക്രിസ്തു വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ആ തിങ്ങിക്കൂടി ഞെരുങ്ങി നിൽക്കാൻ മാത്രം പറ്റുന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വചനം കേൾക്കാനാണോ ഇഷ്ടം, പത്രം വായിക്കാനാണോ ഇഷ്ടം? നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്. പത്രം വായിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചോദ്യം ഇതാണ്, ദൈവവചനം വായിക്കാനാണോ നമുക്ക് കൊതി തോന്നുന്നത്? ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ വചനം തുറന്ന് വായിക്കാനാണോ നമുക്ക് കൊതി തോന്നുന്നത്, അതോ പത്രം വായിക്കാനാണോ നമുക്ക് കൊതി തോന്നുന്നത്? പത്രം വായിക്കാനാണ് നമുക്ക് കൊതി കൂടുതലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറിയിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്രം വായിക്കണം, അതെപ്പോൾ? ദൈവവചനം ഭക്ഷിച്ചതിന് ശേഷം മാത്രം, ദൈവം എന്താണ് എന്നോട് പറയുന്നതെന്ന് കേട്ടതിന് ശേഷം മാത്രം. നമ്മൾ മറ്റു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരായി മാറുമ്പോൾ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. അന്ന് ആ ജനക്കൂട്ടം കർത്താവിൻ്റെ വചനത്തെ മാനിച്ച് ശ്രദ്ധയോടെ വചനം കേട്ടുകൊണ്ടിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 2 പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കുകയാണ്, ആ സമയത്ത് 4 പേർ ഒരു തളർവാദ രോഗിയെ അവിടെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തളർവാദ രോഗി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കുവാൻ കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഒരുപക്ഷെ കഴുത്തിന് താഴേക്ക് നട്ടെല്ല് തകർന്നു പോയിട്ട് ഞരമ്പുകളൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തളർന്ന് കൈയും കാലും പൊക്കാൻ പറ്റാതെ തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ദയനീയമായ അവസ്ഥ. ഇതെന്തിനെ കാണിക്കുന്നു? ഒരുപക്ഷെ തകർന്നു പോയ ഒരു കുടുംബജീവിതം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ട് തളർന്നു പോയ ഒരു കുടുംബജീവിതം, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമില്ലാത്തൊരു കുടുംബം, സാമ്പത്തികമായി തകർന്നു പോയ ഒരു കുടുംബം. തളർവാദം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതവസ്ഥയുമാകാം. പ്രാർത്ഥനയെല്ലാം നഷ്ടപ്പെട്ടു പോയ ജീവിതം, അഭിഷേകം നഷ്ടപ്പെട്ടു പോയ ജീവിതം, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ജീവിതം, പരസ്പരമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയ ജീവിതം, എന്തോ ഒരു തളർവാദം ബാധിച്ച അവസ്ഥ. അത് കുടുംബത്തിലായിരിക്കാം, വ്യക്തിയിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം. ഇതിനെ നമുക്ക് 2 വിധത്തിൽ കൈകാര്യം ചെയ്യാം. ഒന്നുകിൽ നമുക്കെന്താണ് പ്രശ്നം, ആരെങ്കിലും തളർവാദം പിടിച്ച് കിടക്കുന്നതിന് എനിക്കെന്താണ്, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കാണാത്ത മട്ടിൽ നമ്മുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നിന്നൊരു കാര്യം വ്യക്തമാകുന്നു. ഈ തളർവാദ രോഗി തളർന്നു കിടക്കുന്നത് കണ്ട് അവൻ്റെ 4 സ്നേഹിതർക്ക് സങ്കടമുണ്ടായി, ദുഃഖമുണ്ടായി, മനസ്സിൽ വേദനയുണ്ടായി, അവർക്കൊരു ഭാരമുണ്ടായി. ഞങ്ങളുടെ ഈ കൂട്ടുകാരനെ എങ്ങനെയാണ് രക്ഷിക്കാൻ സാധിക്കുക? വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് കളഞ്ഞ, മനുഷ്യർക്ക് സഹായിക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ ഈ സ്നേഹിതനെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കാൻ സാധിക്കുക? ഈ ഒരു മനസ്സ് നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? മറ്റുള്ളവർ വേദനയിൽ കഴിയുമ്പോൾ അതിനെ ഓർത്തൊന്ന് സങ്കടപ്പെടുന്നൊരു മനസ്സ് ഈ 4 കൂട്ടുകാർ ചിന്തിച്ചു, ഈ തളർവാദ രോഗിയെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ സാധിക്കും? ആ സമയത്താണ് അവർ യേശുവിനെ പറ്റി കേൾക്കുന്നത്. അവർ ഒറ്റ കാര്യം തീരുമാനിച്ചു, എങ്ങനെയാണെങ്കിലും ഇവനെ പൊക്കിയെടുത്ത് യേശുവിൻ്റെ മുൻപിൽ കൊണ്ടു ചെല്ലുക. പ്രിയപ്പെട്ടവരെ, ഇതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, ദൈവത്തിനു മുമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഉയർത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന. 2, ഒരു വ്യക്തിയെ നമ്മൾ യേശുവിൻ്റെ വചനത്തിലേക്കും യേശുവിൻ്റെ കുരിശിലേക്കും യേശുവിൻ്റെ സ്നേഹത്തിലേക്കും വ്യക്തിപരമായി കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ. അതൊരു പുസ്തകം കൊടുത്തുകൊണ്ടായിരിക്കാം, ഒരു ടെലിവിഷൻ പ്രോഗ്രാം പരിചയപ്പെടുത്തിക്കൊണ്ടായിരിക്കാം, നല്ലൊരു പാട്ടിൻ്റെ CD കൊടുത്തുകൊണ്ടായിരിക്കാം, എങ്ങനെയോ ആയിക്കോട്ടെ, നമ്മൾ ഒരു വ്യക്തിയെ യേശു ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു. ഈ 2 അർത്ഥവും ഇവിടെയുണ്ട്. 4 പേർ ചേർന്ന് അവനെ യേശുവിൻ്റെ പക്കൽ കൊണ്ടുവരികയാണ്. ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടും നമുക്കിതിനെ കാണാം. യേശുവിൻ്റെ പക്കലേക്ക് വേദനിക്കുന്ന ഒരു വ്യക്തിയെ ഉയർത്തുന്ന അവസ്ഥ. പഴയ നിയമത്തിൽ മനോഹരമായ ഒരു രംഗമുണ്ട്.
ജോഷുവ എന്ന് പറയുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകൻ അമലേക്യരുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ജോഷുവയെ പറ്റി ഒരു കുറ്റങ്ങളും തന്നെ ബൈബിൾ പറയുന്നില്ല. അതായത് വളരെ വിശുദ്ധനായ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം അശുദ്ധിയിൽ വീഴുന്നതായിട്ടൊന്നും ചരിത്രമില്ല. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തിയാണ് ജോഷുവ. എങ്കിലും ജോഷുവ അമലേക്യരുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് മോശ ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പാറയുടെ മുകളിൽ കയറി നിൽക്കുകയാണ്. മോശയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഇന്ന് ജോഷുവ യുദ്ധം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങട്ടെ, ഒത്തിരി നാളായി ഞാൻ ഈ മരുഭൂമിയിലൂടെ പോകുന്നു, 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എനിക്കിച്ചിരി വിശ്രമിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാമായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരനായ ജോഷുവ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങുവാൻ മോശ തയ്യാറായില്ല. ഈ ചെറുപ്പക്കാരനായ ജോഷുവയ്ക്ക് വേണ്ടി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് മോശ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സമയത്തെല്ലാം ജോഷുവ വിജയം വരിച്ചു. മോശയുടെ കരങ്ങൾ ക്ഷീണിച്ച് താഴ്ന്നു പോയ സമയത്തെല്ലാം ജോഷുവ യുദ്ധത്തിൽ പരാജയപ്പെടുകയും അമലേക്യർ യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം. ജോഷുവ ഒരു പാപിയല്ലായിരുന്നു, ജോഷുവ ഒരു വിശുദ്ധനായിരുന്നു. എന്നിട്ടും മോശയുടെ പ്രാർത്ഥന കുറഞ്ഞുപോയ സമയത്തെല്ലാം ജോഷുവ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ജോഷുവയുടെ പാപനിമിത്തമല്ല പരാജയപ്പെട്ടത്, മോശയുടെ പ്രാർത്ഥനാ സപ്പോർട്ട് കുറഞ്ഞു പോയപ്പോഴെല്ലാം ജോഷുവയ്ക്ക് മുന്നോട്ട് കയറാൻ സാധിക്കാതെ ശത്രുക്കൾ അവനെ തള്ളി പുറകോട്ടാക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ജോഷുവ പിന്തള്ളപ്പെടുന്നു, ജോഷുവ പുറകോട്ട് പോകുന്നു, ജോഷുവ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു. മോശ അവൻ്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജോഷുവയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ നിലവിളിച്ചപ്പോഴെല്ലാം ജോഷുവ യുദ്ധത്തിൽ വിജയം വരിക്കുകയും ചെയ്തു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മോശയുടെ കരങ്ങൾ ഒടുവിൽ തളർന്നു. ഇനി കൈ ഉയർത്തിപ്പിടിച്ച് നിലവിളിക്കാൻ പറ്റാത്തവണ്ണം മോശയുടെ കരങ്ങൾ തളർന്നു പോയപ്പോൾ അഹറോൻ ഒരു വശത്തും ഹൂറ് മറ്റേ വശത്തും കൈകളിൽ പിടിച്ച് ഇടത്ത് കൈയും വലത്ത് കൈയും അവർ ഉയർത്തിപ്പിടിച്ചു. മോശയുടെ 2 കരങ്ങൾ അവർ ഉയർത്തിപ്പിടിച്ചു. ഇവരുടെ 2 പേരുടെയും കൈക്കുള്ളിൽ മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നു എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരും ചേർന്ന് ശക്തമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്തി. നേരത്തെ മോശ മാത്രമായിരുന്നെങ്കിൽ മോശ തളർന്നുപോയ സമയത്ത് അഹറോനും ഹൂറും കൂടെ ചേർന്നുകൊണ്ട് അതിശക്തമായ ഒരു ഇന്റർസെഷൻ പ്രയർ, ഒരു നിലവിളി ഉയർന്നു, ഒരു മധ്യസ്ഥ പ്രാർത്ഥന ഉയർന്നു. എന്ത് പറ്റിയെന്നറിയാമോ? അതിശക്തമായ ഒരു മുന്നേറ്റം ജോഷുവ നടത്തി. അമലേക്യരുടെ തലയെല്ലാം താഴെ കിടക്കുകയാണ്. ഒന്നൊന്നായി ശത്രുക്കൾ പരാജയപ്പെട്ടു. ഒരു വൻ വിജയം ജോഷുവ നേടി. എന്താണിത് പ്രിയപ്പെട്ടവരെ? നമ്മുടെ മക്കൾ ദൂരസ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ അവർ എന്നും പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, അവർ ജപമാല ചൊല്ലുന്നുണ്ടല്ലോ, അവർ പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് സീരിയലൊക്കെ കണ്ട് രസിച്ചിരിക്കാം. അല്ല എങ്കിൽ ദൂരസ്ഥലത്ത് പോയിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ മോശ പ്രാർത്ഥിച്ചതുപോലെ, ജോഷുവയ്ക്ക് വേണ്ടി മോശ കണ്ണുനീരൊഴുക്കിയതുപോലെ ദൂരെയായിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൂരെയായിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മുടെ ഇടവകയിൽ നിന്നും മിഷണറിയായി പോയിരിക്കുന്ന ഒരു വൈദികന് വേണ്ടി, ഒരു സഹോദരന് വേണ്ടി, ഒരു കന്യാസ്ത്രീക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. നമ്മളിതിൽ ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് പ്രിയപ്പെട്ടവരെ? നമ്മളിതിൽ ആരെപ്പോലെയാണ്? ഇതാ 4 ചെറുപ്പക്കാർ അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വേദനിക്കുന്നവരെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യണം. ധ്യാന കേന്ദ്രത്തിലേക്ക് നമ്മൾ ആളുകളെ പറഞ്ഞു വിടണം. പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുന്ന അഭിഷേകമുള്ള ധ്യാന ശുശ്രൂഷകൾക്ക് നമുക്ക് പറ്റുമെങ്കിൽ സാമ്പത്തികമായി തന്നെ നമ്മൾ പൈസ മുടക്കി വേദനിക്കുന്നവരെ പറഞ്ഞു വിടണം. അതൊരു ശുശ്രൂഷയാണ്. ഈശോ അത് ആഗ്രഹിക്കുന്നു. ഈ 4 പേര് ഈ തളർവാദ രോഗി കൊണ്ടുവന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. ജനക്കൂട്ടം നിമിത്തം അവർക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലുവാൻ സാധിച്ചില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു നിരുപദ്രവകരമായ വചനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും വലിയ അർത്ഥമുള്ളൊരു വചനമാണിത്. ജനക്കൂട്ടം നിമിത്തം അവർക്ക് യേശുവിൻ്റെ പക്കൽ ചെല്ലുവാൻ സാധിച്ചില്ല. ജനക്കൂട്ടം ഒരു തടസ്സമായി മാറുന്ന അവസ്ഥ. ജനക്കൂട്ടം മറ്റുള്ളവർക്ക് യേശുവിനെ കാണുന്നതിന് തടസ്സമുണ്ടാക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതം നിമിത്തം ഇന്ത്യ മഹാരാജ്യത്തിലെയും ലോകത്തിലെ മറ്റ് രാജ്യത്തിലെയും ജനങ്ങൾക്ക് യേശുവിനെ കാണുന്നതിന് തടസ്സമുണ്ടാകാറുണ്ടോ?
വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുവെന്ന് അവകാശം പറയുന്ന വ്യക്തിയുടെ ജീവിത നിമിത്തം മറ്റു വ്യക്തികൾക്ക് സത്യദൈവത്തെ കാണാൻ തടസ്സം ഉണ്ടാകാറുണ്ടോ? പരിശുദ്ധമ്മയുടെ മക്കളെന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിത നിമിത്തം മറ്റുള്ളവർക്ക് യേശുവിനെ കാണാൻ തടസ്സമുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലെ എതിർസാക്ഷി നിമിത്തം അവിശ്വാസികൾക്ക് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമുണ്ടാകാറുണ്ടോ? ഇവിടെ ജനക്കൂട്ടം തടസ്സമായി മാറുകയാണ്. പലപ്പോഴും അങ്ങനെയാണ്. സക്കേവൂസിന് യേശുവിനെ കാണാൻ പറ്റാത്തതിൻ്റെ കാരണവും ജനക്കൂട്ടമാണെന്ന് എഴുതി വച്ചിട്ടുണ്ട്. ജനക്കൂട്ടത്തിൻ്റെ പൊക്കം നിമിത്തം സക്കേവൂസിന് യേശുവിനെ കാണാൻ സാധിച്ചില്ല. ഈ 4 ചെറുപ്പക്കാർക്ക് അവരുടെ കൂട്ടുകാരനെ യേശുവിൻ്റെ പക്കൽ കൊണ്ടുവരുന്നതിന് തടസ്സമായി നിന്നതും ജനക്കൂട്ടം തന്നെയാണ്. രക്തസ്രാവക്കാരി സ്ത്രീക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുന്നതിന് തടസ്സമായി നിന്നതും ജനക്കൂട്ടം തന്നെയാണ്. ഈ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി പരാജയപ്പെടുത്തിയാണ് രക്തസ്രാവക്കാരി സ്ത്രീ കഷ്ടിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുന്നത് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരുടെ ജീവിതം മറ്റുള്ളവർക്ക് തടസ്സമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും മൂലം ആർക്കെങ്കിലും യേശുവിൻ്റെ മുഖം കാണുന്നതിന് തടസ്സമുണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. ഞാൻ ഓർക്കുകയാണ്, ഈ ചെറുപ്പക്കാർക്ക് യേശുവിൻ്റെ പക്കൽ ഈ തളർവാദ രോഗിയെ കൊണ്ടുപോകാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥൻ മിക്കവാറും അടുത്ത് വന്നിട്ട് പറഞ്ഞു കാണും, സഹോദരങ്ങളെ, നിങ്ങൾ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അവർ പറയും, ചേട്ടാ, ഞങ്ങൾക്ക് യേശുവിൻ്റെ പക്കൽ ഈ സഹോദരനെ ഒന്ന് കൊണ്ടുചെന്നാൽ ഈ തളർവാദ രോഗി ഒന്ന് സുഖപ്പെട്ടേനെ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വലിയ ആശ്വാസമായേനെ, തകർന്നുപോയ ഒരു പാവപ്പെട്ട കുടുംബത്തെ രക്ഷിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ആൾക്കൂട്ടം നിമിത്തം ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല ചേട്ടാ, ആകപ്പാട് സങ്കടമായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുക. ആ വീടിൻ്റെ ഉടമസ്ഥൻ അല്പനേരം ആലോചിച്ചു. അദ്ദേഹം ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി. ആ വീട്ടുടമസ്ഥൻ്റെ ഹൃദയത്തിൽ മനസ്സലിവ് നിറഞ്ഞു, കമ്പാഷൻ നിറഞ്ഞു. അവൻ്റെ ഉള്ളിൽ വലിയൊരു അനുകമ്പയുണ്ടായി. അദ്ദേഹം ഈ 4 ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇതേ എൻ്റെ വീടാണ്, ഒരു കാര്യം ചെയ്യ്, സാരമില്ല, അല്പം നഷ്ടം വന്നാലും സാരമില്ല, എൻ്റെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് നിങ്ങൾക്കവനെ കട്ടിലോടെ യേശുവിൻ്റെ പക്കലേക്ക് ഇറക്കാം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ ത്യാഗം ചെയ്യാൻ തയ്യാറായപ്പോൾ, ഒരു മനുഷ്യൻ സമർപ്പണം നടത്താൻ തയ്യാറായപ്പോൾ, ഒരു മനുഷ്യൻ നഷ്ടം സഹിക്കാൻ തയ്യാറായപ്പോൾ, ഒരു പാവപ്പെട്ട മനുഷ്യന് ജീവിതം തിരിച്ചു കിട്ടുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാൻ അത് കാരണമായി തീരുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, അല്പമൊക്കെ നഷ്ടം ദൈവരാജ്യത്തിന് വേണ്ടി സഹിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? അല്പം സാമ്പത്തിക നഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? അല്പം ആരോഗ്യം കളയാൻ പറ്റുന്നുണ്ടോ? അല്പം നമ്മുടെ സുഖ സൗകര്യങ്ങൾ കളയാനായിട്ട് പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാറുണ്ട്, ചില മക്കളെയൊക്കെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു കഴിയുമ്പോൾ ഒരു മണിക്കൂർ നേരത്തെ ക്ലാസ് അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷണത്തിന് പോയിട്ട് വരുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്ന ജീവിത പങ്കാളികളെ ഓർത്ത് വേദനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാസത്തിൽ 1 മണിക്കൂർ നേരം ഒന്ന് പുറത്ത് ദൈവവചനം ആർക്കെങ്കിലും കൊടുത്തിട്ട് വരുമ്പോൾ മുഖവും വീർപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസമുള്ള ജീവിത പങ്കാളികളെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താണ് കർത്താവിന് കൊടുക്കുന്നത്? ഈ വീടിൻ്റെ ഉടമസ്ഥൻ എന്തൊരു വലിയ നഷ്ടമാണ് സഹിച്ചത്. മേൽക്കൂര ഇളക്കി കളഞ്ഞോളാൻ പറഞ്ഞു, മേൽക്കൂര വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു, മേൽക്കൂരയല്ല വലുത്, ഈ തളർവാദ രോഗിയാണ് എനിക്ക് വലുത്, എൻ്റെ സമ്പത്തല്ല വലുത്, തളർന്നു കിടക്കുന്ന മനുഷ്യനാണ് എനിക്ക് വലുത്, ഈ തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ സൗഖ്യമാണ് എൻ്റെ സന്തോഷം, എൻ്റെ മേൽക്കൂര പൊളിഞ്ഞോട്ടെ, അത് ഞാൻ പിന്നീട് എന്തെങ്കിലും ചെയ്തു കൊള്ളാം, ഇപ്പോൾ ഈ മനുഷ്യനെ ഇറക്കിക്കൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, മേൽക്കൂര പൊളിച്ചു മാറ്റപ്പെട്ട മേൽക്കൂരയിലൂടെ 4 പേർ കട്ടിലോടെ ഈ തളർവാദ രോഗിയെ കയറിൽ കെട്ടി താഴേക്ക് ഇറക്കുകയാണ്. യേശു ഈ കാഴ്ച കാണുകയാണ്. യേശുവിൻ്റെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ വന്നു കാണും? ഈ 4 ചെറുപ്പക്കാരുടെ സ്നേഹം, ഈ 4 ചെറുപ്പക്കാരുടെ കമ്മിറ്റ്മെൻറ്റ്, ഈ 4 ചെറുപ്പക്കാരുടെ സമർപ്പണം, ഈ 4 ചെറുപ്പക്കാർ കാണിച്ച ത്യാഗമനോഭാവം, വീട്ടുടമസ്ഥൻ കാണിച്ച വലിയ മനസ്സ്, മേൽക്കൂര പൊളിച്ചു മാറ്റിയ വീട്ടുടമസ്ഥൻ്റെ ആ ഹൃദയത്തിൻ്റെ മനസ്സലിവ്, ഇതെല്ലാം യേശുവിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമായി മാറുകയാണ്. യേശു പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറയാണ്, അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടോ? പാപത്തിൽ കഴിയുന്ന മനുഷ്യൻ എനിക്ക് പാപമോചനം തരണമേ എന്ന് പോലും പ്രാർത്ഥിച്ചിട്ടില്ല. അവനൊന്നും മിണ്ടുന്നില്ല. പക്ഷേ യേശു അവന് പാപമോചനം കൊടുക്കുകയാണ്. അവനെ കട്ടിലോടെ ഇറക്കിക്കൊണ്ടുവന്ന വ്യക്തികളുടെ വിശ്വാസം കണ്ട്. ഇതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും പാപത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അനുതപിക്കേണ്ട കാര്യം ആദ്യം വരുന്നില്ല. നമ്മൾ ആ വ്യക്തിയെ ചുമലിലേറ്റിയാൽ മതി.
നമ്മൾ ആ വ്യക്തി യേശുവിൻ്റെ പക്കൽ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ വിശ്വാസം കണ്ട് അവന് പാപമോചനം കിട്ടി, അവൻ അഭിഷേകം പ്രാപിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ ഈശോ പറയാണ്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആ വേദിയിൽ ഉണ്ടായിരുന്നവരെല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ്, പാപങ്ങൾ ക്ഷമിക്കുവാൻ ഇവൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വലിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, യേശു ദൈവമാണെന്നതിന് എന്താണ് തെളിവ്? ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇവിടെ കിടക്കുന്നത്. ലോക ചരിത്രത്തിൽ അനേക മത നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയാം, ലോകം മുഴുവനും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അനേക ഗുരുക്കന്മാരുണ്ട്, നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ആരും ഇന്ന് വരെ നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചിട്ടില്ല, ധൈര്യം കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ആരുടെയും നാവിൽ നിന്ന് വന്നിട്ടില്ല. അത് പറയാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല, അതുകൊണ്ടത് പറഞ്ഞിട്ടുമില്ല. ലോക ചരിത്രത്തിൽ നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നേരിട്ട് പറഞ്ഞ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റൂ എന്നറിയാവുന്ന നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, യേശു ദൈവമാണ്. യേശു ദൈവമാണ്. വേറെ ആർക്കും പറയാൻ പറ്റാത്ത ഈ വചനം യേശുവോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്, എനിക്ക് നിന്റെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്. കാരണം ഞാൻ ദൈവമാണ്. ദൈവവചനം മാംസം ധരിച്ചതാണ് ഞാൻ. നിങ്ങളെ രക്ഷിക്കാൻ വന്ന രക്ഷകനാണ് ഞാൻ ദൈവം തന്നെ. യേശു വീണ്ടും പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാണ്. പ്രിയപ്പെട്ട മക്കളെ, പാപം ക്ഷമിച്ചു എന്ന് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ അസ്വസ്ഥപ്പെട്ടു. ഉടൻ യേശു പറഞ്ഞു, ഏതാണ് എളുപ്പം? തളർവാദ രോഗി എഴുന്നേറ്റ് നടക്കുന്നതാണോ, പാപം ക്ഷമിക്കുന്നതാണോ? എന്നിട്ട് പറഞ്ഞു, മകനെ എഴുന്നേറ്റ് നടക്കുക, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോവുക. എല്ലാവരും കാണുകെ അവൻ എഴുന്നേറ്റ് നടന്നു. ജനങ്ങളെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തളർന്നു പോയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുകയാണ്, അല്ല ഓടുകയാണ്, അല്ല കുതിച്ചു ചാടുകയാണ്. എന്താണ് ഇത് കാണിക്കുന്നത്? നമ്മുടെ ജീവിതം ഏത് മേഖലയിൽ തളർന്നു പോയാലും യേശുവിൻ്റെ പക്കൽ എത്തിപ്പെട്ടാൽ നമുക്ക് രക്ഷയുണ്ട്. അല്ലെങ്കിൽ നമ്മെ ആരെങ്കിലും യേശുവിൻ്റെ പക്കൽ ഒന്ന് കൊണ്ടുവന്നാൽ നമുക്ക് രക്ഷയുണ്ട്. അവൻ കിടക്കയും എടുത്തുകൊണ്ട് ഓടുകയാണ്. അവിടെ ജനങ്ങളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇതിന് കാരണമായി തീർന്ന ആരാണ്? ആ 4 ചെറുപ്പക്കാർ. തീർന്നില്ല, വീടിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റാൻ സമ്മതം കൊടുത്ത, ആ ത്യാഗം ചെയ്ത വീടിൻ്റെ ഉടമസ്ഥൻ. ഇവരെല്ലാവരും ദൈവത്തോട് സഹകരിച്ചപ്പോൾ അത്ഭുതം കണ്ടു. ഞാൻ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറഞ്ഞു, ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ആമേൻ പറയുന്നിടത്താണ്, നമ്മൾ സഹകരിക്കുന്നിടത്താണ് അത്ഭുതം കാണുന്നത്. കണ്ടോ, 4 ചെറുപ്പക്കാർ സഹകരിച്ചു, വീടിൻ്റെ ഉടമസ്ഥൻ സഹകരിച്ചു, ഒരു തളർവാദ രോഗി എഴുന്നേറ്റ് നടന്നു. ഇതുപോലെ ഞാനും നിങ്ങളും ത്യാഗം ചെയ്ത് ദൈവത്തോട് സഹകരിക്കുമ്പോൾ, അവിടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം കാണാൻ നമുക്ക് സാധിക്കും. ദൈവം അതിന് നമ്മെ വിളിക്കുകയാണ്. നാം തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബം, എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ വേദനിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു. കട്ടിലോട് അങ്ങയുടെ മുൻപിലേക്ക് ഞാൻ അവരെ ഇറക്കുന്നു. നാഥ, അവരെ എഴുന്നേൽപ്പിച്ച് നടത്തണമേ, വിടുവിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.